ഈ ഒരു കാര്യം അറിയാതെ നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിൽ ഇറങ്ങാൻ നിൽക്കരുത്. ബിക്കോസ് ബിസിനസ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വെൽക്കം ടു ഡേ 4 ഓഫ് 30 ഡേയ്സ് ഓഫ് ബിസിനസ് സ്റ്റെപ്സ്. ബിസിനസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് BEP എന്ന് പറയുന്നത്. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന്റെ ചെലവും അതുപോലെ വരുമാനവും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിനാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ഒരു ബിസിനസ് കാൽക്കുലേഷൻ ആണ്. നിങ്ങളുടെ ബിസിനസിന്റെ കോസ്റ്റ് കവർ ചെയ്യണമെങ്കിൽ എത്ര പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് കോസ്റ്റിന് അതല്ലെങ്കിൽ എക്സ്പെൻസസിനെ കുറിച്ച് മനസ്സിലാക്കണം. സോ അതിൽ ഒന്നാമത്തതാണ് ഫിക്സഡ് കോസ്റ്റ്. അതായത് നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊഡക്ഷൻ അതല്ലെങ്കിൽ സെയിൽസിനെ എഫക്റ്റ് ചെയ്യാത്ത കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. അതായത് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ കോസ്റ്റ് പേ ചെയ്തിരിക്കണം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റൂമിൻ്റെ റെൻറ്റ്, സാലറി, അതുപോലെ ഇൻഷുറൻസ്, ഇങ്ങനത്തെ കോസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. സോ ഇതിനാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ആണ് വേരിയബിൾ കോസ്റ്റ്. അതായത് നിങ്ങളുടെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, അതുപോലെ പാക്കേജിങ്ങിന്, ഇതൊക്കെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്ന കോസ്റ്റുകളാണ്. സോ ഇതിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. സോ ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ മാർജിനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ? കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്ര രൂപക്കാണ് വിൽക്കുന്നത് അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റിനെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയാം. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വാട്ടർ ബോട്ടിൽ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ ഏകദേശം 20 രൂപ ചിലവ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പാക്കേജിങ്ങിന് ഒരു 10 രൂപ, അതുപോലെ ഷിപ്പിങ്ങിന് ഒരു 10 രൂപ, ടോട്ടൽ 40 രൂപ നിങ്ങൾക്ക് ഒരു വാട്ടർ ബോട്ടിലിന് വേണ്ടിയിട്ട് ചിലവ് വരുന്നുണ്ട്. സോ അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. ദെൻ നിങ്ങൾ ഈ വാട്ടർ ബോട്ടിൽ 100 രൂപക്കാണ് വിൽക്കുന്നത്. സോ ഇവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ 100 രൂപയിൽ നിന്ന് 40 രൂപ കുറച്ചിട്ട് 60 രൂപയാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോട്ടിലിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് 60 രൂപ. ഇനി നമ്മൾ BEP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി, അതുപോലെ റെന്റ്, ഇതുപോലുള്ള ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ മാർജിൻ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് ഒരു ദിവസം എത്ര ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ടെന്ന് നോക്കാം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 100 രൂപ റെന്റ് ഉണ്ട്, അതുപോലെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് 20 രൂപ, അതുപോലെ സാലറി ഒരു 200, അതുപോലെ മറ്റ് ചെലവുകളൊക്കെ ഒരു 40 രൂപ. ടോട്ടൽ 360 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ BEP പെർ ഡേ, അതായത് ഒരു ദിവസത്തെ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട് അതിനെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിനുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 360 രൂപ ഫിക്സഡ് കോസ്റ്റ് പെർ ഡേ വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 60, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ 60 രൂപ ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് 6 ബോട്ടിൽ വിറ്റാലാണ് നിങ്ങളുടെ അന്നത്തെ ചെലവുകൾ കവർ ചെയ്ത് പോവുക. അതായത് 6 ബോട്ടിൽ വിറ്റ് 7ാമത്തെ ബോട്ടിൽ വിറ്റാലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഒരു ദിവസം 5 ബോട്ടിൽ മാത്രമേ വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ബിസിനസ് ലോസ് ആണ്. സോ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നത് ലാർജ് ടോപ്പിക്കാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ സംസാരിച്ചത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ റീൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടേംസ് നമ്മുടെ വരും വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. താങ്ക് യു.